ഭാരതത്തിന് ഒരു ദേശീയ ഗാനമുണ്ട്, ദേശീയ ഗീതമുണ്ട്. ഏതാണവ എന്ന് ചിലപ്പോൾ മനസ്സിലേക്ക് ഒരു ചോദ്യമായി ഉയർന്നിട്ടുണ്ടാകാം. ജനഗണമന നമ്മുടെ ദേശീയ ഗാനമാണ്. വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാണ്. ഇന്ന് പത്രത്താളുകളിൽ കണ്ട വാർത്തയാണ് വന്ദേ മാതരം ആലപിക്കുന്നതിന് പുതിയ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു എന്നത്. അത് കേട്ടപ്പോൾ പലരുടെയും മനസ്സുകളിൽ ഒരു ചിന്ത വന്നു, ഇനി മുതൽ ജനഗണമന ആലപിക്കണ്ടേ, അതോ വന്ദേ മാതരമാണോ ജനഗണമനയാണോ വലുത് എന്നൊക്കെ. ഒന്ന് ദേശീയ ഗീതമാണെങ്കിൽ ഒന്ന് ദേശീയ ആന്തമാണ്. അതെ, ഈ രണ്ടും ഒരുപോലെ തന്നെ ഭാരതത്തിനെ അഭിമാനത്തോടു കൂടി സ്വീകരിക്കേണ്ട ഒന്നാണ്. പിന്നെ എന്തൊക്കെയാണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ 51A ആണ് പൗരൻ്റെ ചുമതലകൾ എന്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ആർട്ടിക്കിൾ 51A പറയുക, ദേശീയ ഗാനത്തെയും അതേ ജനഗണമനയും അതോടൊപ്പം തന്നെ ദേശീയ പതാകയും ഇന്ത്യയുടെ പതാകയും ആദരിക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ കടമയാണ് എന്ന് എടുത്തു പറയുന്നു. അവിടെ ദേശീയ ഗീതത്തിൻ്റെ പരാമർശം പ്രത്യേകമായിട്ട് വരുന്നില്ല. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് പറയുന്ന മനുഷ്യൻ്റെ ചുമതലകളിൽ ഒന്ന് എന്ന് പറയുക ദേശീയ ഗാനത്തെയും അതോടൊപ്പം തന്നെ പതാകയും ആദരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് ദേശീയ ഗീതത്തെ ആദരിക്കേണ്ട എന്നാണോ? അല്ല എന്ന് പറയേണ്ടി വരും. ദേശീയ ഗാനത്തോടൊപ്പം കൃത്യമായിട്ട് അല്ലെങ്കിൽ അത്രയധികം വേദികളിൽ ഉപയോഗിക്കുന്നില്ല എന്നിരിക്കെ അത് ഉപയോഗിക്കുന്നതിന്, അതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടുവരുന്നതിന് ദേശീയ ഗീതത്തിൻ്റെ 150-ാം വാർഷികം, അത് ആദ്യമായി ആലപിച്ചതിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സർക്കാർ ഈ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുക. അതനുസരിച്ച് ദേശീയ ഗീതത്തിൻ്റെ വന്ദേ മാതരത്തിൻ്റെ 6 സ്റ്റാൻസകളും, നേരത്തെ 2 സ്റ്റാൻസകൾ മാത്രമാണ് ആലപിച്ചിരുന്നത്, അതിൽ 6 സ്റ്റാൻസകളും നിർബന്ധമായും ആലപിക്കണം എന്നാണ് ഗവൺമെൻറ് ചട്ടമായി ഇറക്കിയിരിക്കുക. ഇതിൻ്റെ ആലാപന സമയം 3 മിനിറ്റ് 10 സെക്കൻഡ് എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നു. അത് ദേശീയ ഗാനത്തിൻ്റെ ആണെങ്കിൽ 52 സെക്കൻഡാണ്. നമ്മൾ പാടുമ്പോൾ ചുമ്മാ വലിച്ചു നീട്ടി പാടുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ പാടുകയോ എന്നുള്ളതല്ല. ഇത് ദേശീയ ഗാനവും ദേശീയ ഗീതവുമൊക്കെയാണ്. അതിന് നീതമായ ആലാപന ശൈലിയും ആലാപന സമയവും ഉണ്ട് എന്ന് തിരിച്ചറിയുക.